ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ വയനാടൻ പതാക. ഫ്രണ്ട്സ്, വീണ്ടും മഹാബലിപുരത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇത് അൺഫിനിഷ്ഡ് റോക്ക് കട്ട് കേവ് ടെമ്പിളാണ്. കൃഷ്ണമണ്ഡപത്തിന് വടക്ക് ഭാഗത്തായാണ് ഇതുള്ളത്. ഈ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ ഗുഹാക്ഷേത്രമാണിത്. ഇതും AD 672-നും 700-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഗുഹാക്ഷേത്രത്തിന് ഒരു സവിശേഷതയുണ്ട്. ക്ഷേത്രമുറി പവിലിയൻ്റെ പുറകിലാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അപൂർണമായ പ്രദക്ഷിണ പാതയാണിവിടെ. പ്രാദേശികമായി ഈ മഹാക്ഷേത്രം പഞ്ചപാണ്ഡവ മണ്ഡപം എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ സ്ഥലവും ഇടവിടാത്ത കൊത്തുപണികൾ കൊണ്ട് അലങ്കരിതമാണ്. ഇത് അർജുനാസ് പെനൻസ്. കല്ലുകളിലൊക്കെ കൊത്തുപണികൾ ചെയ്തെടുക്കാൻ അപാര കഴിവ് തന്നെ വേണം. ഒരുപാട് നിർമ്മിതികൾ അപൂർണമാണെങ്കിലും കാണാൻ നല്ല ചന്തമുണ്ട്. എല്ലാം കല്ലുകളിൽ കാർവ് ചെയ്തെടുത്ത ശില്പങ്ങളാണ്. കഠിനമായ തപസ്സിന് ശേഷം ശിവൻ അർജുനന് പാശുപതാസ്ത്രം അനുഗ്രഹമായി നൽകിയ കഥയാണിവിടെ കൊത്തിവച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച 3 ലോകങ്ങളുടെ ജീവനുള്ള ചിത്രീകരണം ഇവിടെ കാണാം. ഇതിനു താഴെ വിഷ്ണുവിന് സമർപ്പിച്ച ഒരു ചെറിയ ക്ഷേത്രവും കാണിക്കുന്നു. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് കൃഷ്ണാസ് ബട്ടർ ബോൾ കാണാനാണ്. ഇത് പ്രകൃതിദത്തമായ ഒരു സ്മാരകമാണ്. കുന്നിൻ്റെ ചെരുവിലുള്ള ഭീമാകാരമായ ഗ്രാനൈറ്റ് പാറയാണിത്. ഏകദേശം 6 മീറ്റർ ഉയരവും 5 മീറ്റർ വീതിയും 250 ടൺ ഭാരവും ഉണ്ട് ഇതിന്. കൃഷ്ണൻ്റെ വെണ്ണപ്പന്ത് എന്ന് നാട്ടുകാർ വിളിക്കുന്നുണ്ടെങ്കിലും കൃഷ്ണനുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് ഗണേഷ് രഥ. ഈ ഏകശിലാ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്നതാണ്. ശ്രീകോവിലുകളിൽ ഒരു ഗണേശ് പ്രതിമ ഉള്ളതിനാൽ ഗണേശ് രഥ എന്നും വിളിച്ചു വരുന്നു. അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. നമ്മൾ കയറി വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളെല്ലാം കാണാൻ കഴിയും. നല്ല വെയിലുണ്ടെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ചാടി ഓടിയാണ് കയറിപ്പോകുന്നത്. റോയ ഗോപുരം മുഴുവനാക്കാത്ത ഒരു ഗോപുരമാണിത്. പക്ഷേ ഇതിലെ ഓരോ ശില്പങ്ങളും അതിമനോഹരമാണ്. ശരിക്കും ഈ ഒരു സ്ഥലം ഒരു പാറ സമൂഹം പോലെയാണ്. അതിനെ ഓരോന്നും മനോഹരമായ ശില്പങ്ങളാക്കിയും ക്ഷേത്രങ്ങളാക്കിയും മാറ്റിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ മഹാബലിപുരത്തെ ശിലാക്ഷേത്രങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അവസാനമായി ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.